ഇമോഷൻസ് അതാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കുഴപ്പമുണ്ട്. ഒരാളുടെ ഇമോഷൻസ് ആയാലും ഫ്ലഷ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അത് അഭിനയിക്കുകയാണ്. അതല്ലെങ്കിൽ യുനോ അങ്ങനെ ഭയങ്കര ലോ ആയിട്ട് സംസാരിക്കുന്ന ഒരു സൊസൈറ്റി നമുക്കുണ്ട്. കാരണം കാര്യം അറിയാതെ സംസാരിക്കുക, അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാതെ പുറത്തെ ആൾക്കാരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വാദോരാതെ അതിനെപ്പറ്റി സംസാരിക്കുക, അങ്ങനെ കുറേ ആചാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭാഗം സൊസൈറ്റിയും നമുക്കുണ്ട്. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഞാൻ ഇമോഷൻസ് കാണിച്ചാൽ തെറ്റിദ്ധരിക്കുമോ എന്ന് വിചാരിച്ച് ഉള്ളിൽ വെച്ച് ഇവൻ ആത്മഹത്യ വരെ നടക്കുന്നുണ്ട്, ഡിപ്രഷൻ വരെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുടക്കം തൊട്ടേ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടേ നമ്മുടെ ജബ്രി ഒരുമിച്ചായിരുന്നു. നമ്മുടെ ഗബ്രിയുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും മാറി നിൽക്കാം, അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ടോക്ക്, ഒറ്റയ്ക്ക് കളിക്കാം, അങ്ങനെയുള്ള രീതിയിലുള്ള ടോക്കൊന്നും ഇതേവരെ വന്നിട്ട് ജാസ്മിന് കുറച്ച് മോട്ടിവേഷൻ ലാലേട്ടൻ്റെ കയ്യിൽ കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് എനിക്ക് സംസാരത്തിൽ നിന്ന് തോന്നി. കാരണം ഇതിനു മുമ്പ് വരെ ലാലേട്ടൻ അടിച്ചിരുത്തുമായിരുന്നു, ഇങ്ങോട്ടൊന്നും പറയണ്ടെന്നുള്ള രീതിയിൽ. കാരണം അതിന് മാത്രം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. വെറുതെ ലാലേട്ടന് ഒരു കണ്ടസ്റ്റന്റിന് മാത്രം ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്നലത്തെ ദിവസം ലാലേട്ടൻ ഒരു ഇൻവിസിബിൾ ക്യാരക്ടറിനെ പറ്റി ചോദിച്ചപ്പോൾ അത് നല്ല രീതിയിൽ ജാസ്മിൻ എക്സ്പ്ലെയിൻ ചെയ്തു. ജാസ്മിൻ്റെ ഒരു മെയിൻ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് എന്താണോ ഷീ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. ഉള്ളിലൊന്ന് പുറത്ത് വേറെയാണ്. അപ്പോൾ പറയുമ്പം ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പല സിറ്റുവേഷനിലും പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്ന കാര്യങ്ങൾ, ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളുടെ ഇടയിൽ കുത്തിക്കയറ്റുന്ന ഒരു എഡിറ്റഡ് വേർഡ്സ് ആയിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇന്നലെ നല്ല രീതിയിൽ ആ ഒരു ഇൻവിസിബിൾ ക്യാരക്ടറിനെ ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ലാലേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ആൾക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുകയും ആൾ ഭയങ്കര ജിൽജിലായിട്ട് ചാർജായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണല്ലോ നമ്മുടെ പവർ ടീമിൻ്റെ എക്സ്പാൻഷൻ വന്നത്. അപ്പോൾ പവർ ടീമിൻ്റെ എക്സ്പാൻഷനിൽ നമ്മുടെ യമുന, ജാൻമണി, ശ്രീരേഖ, ഗബ്രി, ജാസ്മിൻ അവരൊരു ടീമാണല്ലോ. അവരായിരുന്നല്ലോ ആദ്യത്തെ പവർ ടീമായിട്ട് നിന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആര് പോകണം എന്ന് പറഞ്ഞപ്പോൾ യമുന വന്നു, ശ്രീരേഖ വന്നു, ജാൻമണി ക്യൂലായിട്ട് സൈലൻ്റ് ആയിട്ട് വന്നു, ഗബ്രി താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ജാസ്മിൻ അവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി കൊടുത്തു. ലൈക്ക് ഞാൻ പോവാം, സ്പ്ലിറ്റായിട്ട് കളിക്കാം, ഞങ്ങൾ ഒരുമിച്ച് കളിക്കണം എന്നാണ് പറഞ്ഞത്. സ്പ്ലിറ്റായിട്ട് കളിക്കാം, സ്പ്ലിറ്റായിട്ട് പോവാമെന്ന് പറഞ്ഞു. അത് നല്ലൊരു മൂവായിട്ടും തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്ക് മാറണം എന്നൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. അത് കേട്ടോടുകൂടി നമ്മുടെ ഗബ്രിയുടെ കിളിയും കിളിക്കൂടും പോയി. ഗബ്രി ഓപ്പണായിട്ട് പറഞ്ഞു ജാസ്മിൻ പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് പറയാനുള്ള റൈറ്റ് സത്യം പറഞ്ഞാൽ ഗബ്രിക്ക് ഇല്ല. പിന്നെ ഒരു ടീം ആയതുകൊണ്ട് സജഷൻ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ പറഞ്ഞതാണെന്ന് വിചാരിക്കാം. തൽക്കാലം അങ്ങനെ വിചാരിച്ചേ പറ്റൂ. ആഫ്റ്റർ ദാറ്റ് ഇതിങ്ങനെ സ്പ്ലിറ്റായിട്ട് ചെയ്യാമെന്നുള്ള സംസാരം ഗബ്രിക്ക് ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ആഫ്റ്റർ ദാറ്റ് പിന്നെ ആളൊന്നും കഴിക്കുന്നില്ല, മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു, പിന്നെ കരച്ചിലായി, 3 മണി വരെ ഇരിപ്പായി, ലവ് യു പറയലായി, നെറ്റ് തുമ്പാക്കലായി, കെട്ടിപ്പിടിച്ച് പോകലായി, അതിനുമുമ്പ് കുറേ നേരം അടുത്ത് ഇരിക്കലായി. ഇതൊരു ആക്ടിങ് ആണെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പ്രഷൻസ്, ഇമോഷൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യുമ്പോൾ ഇതിൽ 2 ഓപ്ഷനുള്ളൂ. ഒന്നില്ലെങ്കിൽ പ്രേമിക്കുക, അല്ലെങ്കിൽ എൻഡ് വരെ ഇതൊരു കണ്ടന്റ് ആണെന്നുള്ള രീതിയിൽ നിൽക്കുക. പക്ഷേ ഞാൻ പറയാം, 21 ദിവസത്തിനുള്ളിൽ മാത്രമേ ശരിക്കുള്ള ആൾ പുറത്തേക്ക് വരും. സോറി, ആ 21 ദിവസം മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ഫേക്ക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എന്തായാലും പുറത്തേക്ക് വരും. അപ്പോൾ ഇന്നലെ അവരുടെ ഒരു കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ എനിക്കൊരു അഭിനയമായിട്ട് തോന്നിയിട്ടില്ല, സീരിയസ് ആയിട്ടാണ് തോന്നുന്നത്. ജാസ്മിന് മാറാൻ താല്പര്യം ഉണ്ടെങ്കിലും ഗബ്രി സ്റ്റക്കപ്പാണ്. ഗബ്രിക്ക് എന്തോ ഒരു ഇമോഷൻ വന്നിട്ടുണ്ട്, അതൊരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല. സോ ഇന്നലെ പോസസീവ്നെസ് കൊണ്ടാണോ എന്തുകൊണ്ടാണോ ഒരു സ്പ്ലിറ്റ് എന്നുള്ള വാക്ക് ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് എന്തോ അവിടെ ഒരു ഐ ലവ് യു സംഭവിച്ചു ഗൈസ്. ഇനിയിപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വേണ്ട ഫ്രണ്ടാണോ എന്താണോ എന്നുള്ളത്. കാരണം ഗബ്രിയുടെ ഭാഗത്തു നിന്നുള്ള ഗബ്രിയുടെ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ആരും കുറ്റം പറയാൻ പറ്റില്ല, അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ലൈഫാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ ഇതിൻ്റെ ഇടയിൽ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മാറിപ്പോകുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെ ഒരു ദിവസം ജാസ്മിനും കുറേ നേരം കരഞ്ഞു, ഇവരും കുറേ നേരം കരഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും ജാസ്മിൻ സ്റ്റക്കപ്പ് ആയതുകൊണ്ടാണോ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, ഇന്നലെ രാത്രി ഫുൾ കണ്ണീർ മഴയായിരുന്നു ജബ്രിക്ക്.